വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതാ നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് അവന്മാരെ കശാപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഹോൾ സ്പൈസസും പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്കും ദാണ്ട നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ദാണ്ട കുറച്ച് പൊടിയെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. അതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്ത്. ഇതിൽ ഗരം മസാല ചേർക്കുന്നില്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് ഓൾറെഡി ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി എല്ലാം കൂടെ വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, നമ്മുടെ കരിയാപ്പിലയും ഇട്ട് നന്നുകൂടെ ഇളക്കി കൊടുത്ത് അത് നല്ലപോലെ വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളെല്ലാം കൂടെ അതിലിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. അതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന നമ്മുടെ ബീഫ് കൂട്ടന്മാരെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. അല്ല കുത്തി അങ്ങോട്ട് ഇളക്കണം, നല്ലപോലെ യോജിക്കണം അതിലെല്ലാം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ നോക്കി നമുക്ക് മല്ലിയിലയും കൂടെ വെള്ളയിട്ട് കൊടുത്ത് നമുക്ക് കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം. അപ്പോൾ അവന്മാർ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ കഴിക്കേണ്ട നല്ല കപ്പയാട്ടോ, കപ്പ വേവിച്ചത്, നല്ല ബീഫ് കറി. ആഹാ, എന്താ അന്തസ്. അപ്പോൾ ഞാൻ തിന്നട്ടെ. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.